ഹായ് ഡേസ്, വെൽക്കം ബാക്ക് ടു അഞ്ജിത സോപ്പോസ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മുടെ കണ്ണൂർ ബ്ലോഗിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും കണ്ടു നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് സെക്കൻഡ് ഡേ ആണ് കണ്ണൂരിൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ നേരെ പോകുന്നത് പെർളശ്ശേരി ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ റീൽസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു അമ്പലം. അപ്പോൾ ഇവിടെ പോകണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടെമ്പിളിലേക്ക് കണ്ണൂർ ടൗണിൽ നിന്നും ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ബസ്സുകൾ അവിടെ ഇഷ്ടം പോലെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ചിട്ട് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു റീൽസുകളിലും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കുളമാണ്, അമ്പലക്കുളമാണിത്. അപ്പോൾ ഈ ഒരു കുളം എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള, ഏകദേശം 100 വർഷത്തിലധികമൊക്കെ പഴക്കമുള്ള ഒരു പോണ്ടാണിത്. അപ്പോൾ ഇത് ഫുൾ കല്ലുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു അമ്പലത്തിലൊന്ന് കയറിയിട്ട് ഈ ഒരു പോണ്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു പുറത്ത് നിന്ന് ഈ ഒരു പോണ്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട്, നല്ല ആ ഒരു പണികളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ടെമ്പിളിൻ്റെ കുറേ സവിശേഷതകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സുബ്രഹ്മണ്യൻ്റെ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഒരു അവതാരമാണ് ഈ അമ്പലത്തിലുള്ളത്. അത് മാത്രമല്ല, ഇവിടെ കോഴിമുട്ടയാണ് ഇവിടെ വഴിപാടായിട്ട് ഈ ഒരു സർപ്പങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കോഴിമുട്ടയൊക്കെ സമർപ്പിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ഒരു ആലുണ്ട്. ആ ആലിൻ്റെ സമീപത്തായിട്ട് ഒരു ആലിലയിൽ കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ സാധിക്കുമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ നല്ല ഒരു ടേസ്റ്റ് ഉള്ളൊരു പായസമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 10 രൂപ കൊടുത്ത് പായസം വാങ്ങുവാണെങ്കിൽ നമുക്ക് കുറേ പായസം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുളം കണ്ടപ്പോൾ നമുക്ക് ഇവിടെ വന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മളോട് വന്ന് അധികം മുകളിലേക്ക് കയറരുതെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഫുൾ കല്ലുകൾ വെച്ചിട്ട് പണിതേക്കുന്നതിനാലും അതുപോലെ തന്നെ കുറേ വർഷം പഴക്കമുള്ളതിനാലും ഇതിൻ്റെ മുകളിലേക്ക് അധികം കയറാനായിട്ട് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ ചെറുതായിട്ടൊരു പേടി ഫീൽ ചെയ്യും. കാരണം ഈ ഒരു കല്ലുകളൊന്നും കോൺക്രീറ്റ് ചെയ്തൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം എന്നതിനപ്പുറം നമുക്കൊരു പേടിയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലാട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ കുടയൊക്കെ ചൂടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ അടുത്ത് തന്നെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഒരു തൂക്കുപാലം കൂടി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു തൂക്കുപാലം ഉള്ളത് കേട്ടോ. പെർളശ്ശേരി തൂക്കുപാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ സമീപത്തായിട്ട് റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ വഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്ഥലങ്ങളിലേക്കുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ ഒരു തൂക്കുപാലമാണ്. അതിനപ്പുറത്ത് തന്നെ കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പോൾ ഈ ഒരു തൂക്കുപാലം നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിന് സമീപത്തായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു, വളപട്ടണം പുഴയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ പ്രധാന നദിയായിട്ടുള്ള വളപട്ടണം പുഴയുടെ ചെറിയൊരു പോർഷനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമീപത്ത് തന്നെ ആയിട്ടാട്ടോ ഈ ഒരു തൂക്കുപാലം കാണുന്നത്.
അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു തൂക്കുപാലം കണ്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഒരു മോർണിംഗ് 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വിശപ്പ് കാരണം പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ് തളി ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഈ ഒരു തളി ക്ഷേത്രം കണ്ണൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും ടൈം വൈകിയോണ്ട് അവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ണൂർ സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ദിവസം ഫുൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സിനാട്ടോ. നമ്മളിവിടെ 2 വീലർ റെന്റ് എടുത്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ 2 വീലർ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും ബസ്സാണ് യൂസ് ചെയ്തത്. പക്ഷേ അത് കുറച്ച് നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല വെയിലും എല്ലാം ആയതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷെ ബസ് ഇവിടെ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബസ് യാത്ര നമുക്ക് വളരെ നല്ല ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും എല്ലാം കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. നമുക്ക് ബസ്സിൽ കയറുമ്പോഴായാലും ഇവിടുത്തെ ഓരോ വഴികളും എല്ലാം നമുക്ക് അവർ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സ്നേഹമുള്ള ഒരു ആൾക്കാരുള്ള ഒരു നാട് കൂടിയാണ്. അങ്ങനെ നമ്മളിതാ നേരെ കണ്ണൂർ ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് വേണം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഏകദേശം ഒരു 2 ദിവസത്തെ ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അറക്കൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പോർച്ചുഗീസ് കാലഘട്ടത്തിലൊക്കെ കേരളത്തിലുണ്ടായിരുന്ന ഏക മുസ്ലിം വംശമാണ് നമ്മുടെ അറക്കൽ രാജവംശം. അപ്പോൾ ഈ ഒരു അറക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് അറക്കൽ ആയിഷ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ അറക്കൽ ആയിഷ മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഭരണാധികാരികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസും എല്ലാം നമുക്ക് ഈ ഒരു അറക്കൽ മ്യൂസിയത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവരുടെ ചരിത്രവും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുക്കളും എല്ലാം നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ ഇവരെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, കണ്ണൂരിൻ്റെ പ്രധാന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ ഡ്രോയിങ്സുകളും ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു മ്യൂസിയം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ക്യാമറയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ 25 എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അറക്കൽ രാജവംശത്തിലെ അവർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ എടുത്തു പറയേണ്ടതാണ്. മരമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മിക്ക സ്റ്റെപ്പുകളും അതുപോലെ തന്നെ റൂമുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഗ്രാമഫോൺ, അതുപോലെ തന്നെ അവരുടെ തോക്കുകളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ പുതുതലമുറയ്ക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തിനൊക്കെ മുൻപായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന ചരിത്ര സംഭവങ്ങളും എല്ലാം കോർത്തിണക്കിയിട്ട് ഉള്ള രീതിയിലാണ് ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെയും ഡച്ചുകാരുടെയും എല്ലാം ഫോട്ടോസും എല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ചെടികളുടെയൊക്കെ ഫോട്ടോസും എല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മിററുകളും ജനലുകളും എല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ പണ്ടത്തെ ആ ഒരു സിനിമകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന
ചേസും അതുപോലെ തന്നെ അവരുടെ ആഭരണ പെട്ടികൾ, ആമാടപ്പെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവർ സംരക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പോൾ 2005 ശേഷമാണ് ഈ ഒരു അറക്കൽ മ്യൂസിയം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പൊതുജനങ്ങൾക്കായിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ണൂർ വരുന്ന എല്ലാവരും ഈ ഒരു അറക്കൽ മ്യൂസിയം ഒരിക്കലും മിസ് ചെയ്യാറില്ല. കാരണം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മ്യൂസിയം തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ ഡ്രോയിങ്സ് ആണ് എടുത്തു പറയേണ്ടത്. കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തെയ്യത്തിൻ്റെ രൂപങ്ങളൊക്കെ ഇവിടെ ഫോട്ടോസൊക്കെ ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജനാലകളിലൂടെയൊക്കെയുള്ള ഒരു വ്യൂ നമ്മൾ പണ്ടത്തെ മൊയ്തീൻ കാഞ്ചനമാല സിനിമകളിലൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു പഴയ ഒരു കൊട്ടാര അങ്ങനത്തേക്ക് ഒരു വൈബ് അതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ജനലുകളൊക്കെ അത്ര മനോഹരമാണ്. അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന കിരീടങ്ങളും വടികളും എല്ലാം ആട്ടോ ഈ ഒരു പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ചരിത്രവും ആ ഒരു രാജാക്കന്മാരുടെ കാലഘട്ടവും ഇയറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് അതൊക്കെ വായിച്ച് നമുക്ക് കൂടുതൽ അതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ പുരാതന രീതിയിൽ സംരക്ഷിച്ചു വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തൊടാനോ ഒന്നും പാടില്ല. നമുക്ക് കണ്ട് എല്ലാം ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മ്യൂസിയം ഫുള്ളായിട്ട് ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അറക്കൽ മ്യൂസിയമാണത്. അങ്ങനെ നമ്മൾ അറക്കൽ മ്യൂസിയത്തിലെ എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് കണ്ണൂർ സ്റ്റാൻഡിലേക്ക് പോവാണ്. എന്നിട്ട് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ഹോട്ടൽ സോഫ്റ്റിലേക്കാണ്. അപ്പോൾ കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലുകളിൽ ഒന്നാണ് സോഫ്റ്റ്. ഇവിടെ ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലഗൂൺ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് ഈവനിങ് 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിവിടെ എത്തുകയും ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ ഫുള്ളൊന്ന് കറങ്ങിയേക്കാം. അപ്പം അങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ സമീപത്തായിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ് ഈ ഒരു പയ്യാമ്പലം ബീച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ടാണ് ആ ഒരു പാർക്കുള്ളത്. ആ ഒരു പാർക്കും നല്ല രീതിയിൽ അവർ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂ കാണാനായിട്ട് കേട്ടോ. പക്ഷെ ഉടനെ തന്നെ അവർ റിനോവേറ്റ് ചെയ്ത് ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂർ യാത്രയുടെ 2ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഫുൾ ഇതുപോലെ കണ്ണൂർ ഫുൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അങ്ങനെ ഒരു ഈവനിങ് 5 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കണ്ണൂർ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കണ്ണൂർ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൂരിലെ തെയ്യം കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ കണ്ണൂരിലെ പുതുതായിട്ട് കിട്ടിയ കുറേ രുചികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോക്ടെയിലും ബിരിയാണിയും എല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം അതിന് അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ നമ്മൾ 2 ദിവസവും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു കണ്ണൂർ
കണ്ണൂരിൻ്റെ ആ ഒരു ടേസ്റ്റും ഓതൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു കണ്ണൂർ കോക്ടെയിലിനെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ബോംബും അതുപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കണ്ണൂർ എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ നല്ല രീതിയിലുള്ള സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണ്. പക്ഷെ എല്ലാവർക്കും കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കണ്ണൂരിൻ്റെ വേറൊരു ഫേസ് നമുക്കറിയാൻ പറ്റുന്നത് കേട്ടോ. വളരെ ശാന്തമായിട്ട് വളരെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ണൂരിലേക്ക് ഇനിയും വരണമെന്നാണ് ആഗ്രഹം. ഇവിടുത്തെ തെയ്യങ്ങളൊക്കെ നമ്മൾ കണ്ട തെയ്യങ്ങൾ ഇവിടുത്തെ ഏറ്റവും ചെറിയൊരു പാട്ട് മാത്രമാണ്. തെയ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു 52-ലധികം വെറൈറ്റി തെയ്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു യാത്രയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, ഇനിയും നിങ്ങൾ കണ്ണൂരൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു പേടി സ്വപ്നം ഉള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. അപ്പോൾ എന്താ പറയുക, അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കണ്ണൂർ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.